ഇന്ദിരാഗാന്ധി തോറ്റ് പാളീസായി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിൻ്റെ തെറ്റ് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് പോയതാണ് ആന്റണി ആര്യാടനൊക്കെ. മലപ്പുറം ജില്ല ഇവരുടെ ഒരു കുടുംബ സ്വത്തായിട്ടാണ് അവർ ലീഗുകാർ കാണുന്നത്. EMS മുഖ്യമന്ത്രിയാവുമ്പോഴാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. പിണറായി വിജയൻ വളരെ സത്യസന്ധനും കൃത്യബോധത്തിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. ഒരു പോരാട്ടത്തിന്റെ ഘട്ടത്തിലാണ് നിലമ്പൂരുള്ളത്. നിലമ്പൂരിൽ പണ്ട് പോരാടി CPM വേണ്ടി ഈ നിലമ്പൂർ മണ്ഡലം പിടിച്ചുകൊടുത്ത ഒരു പോരാളിയാണ് എനിക്കൊപ്പം ഉള്ളത്, TK ഹംസ. നമസ്കാരം. നമസ്കാരം. അന്നത്തെ മത്സരമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആദ്യത്തെ മത്സരം ഞാൻ I വിഭാഗം കോൺഗ്രസ് ആയിട്ടാണ് മത്സരിച്ചത്. നിലമ്പൂരിൽ തന്നെ 80-ൽ. അന്ന് പൊന്നാനിക്കാരൻ ഹരിദാസിനോട് കോൺഗ്രസിനോട് 6000 വോട്ടിന് തോറ്റുപോയി. അന്ന് ആൾ ജയിച്ചു. ഇടതുപക്ഷ പിന്തുണയോടുകൂടി മത്സരിച്ച കോൺഗ്രസ് വിഭാഗം ജയിച്ചു. അതായത് ആന്റണിയും ഇന്ദിരാഗാന്ധിയും രണ്ടായി കോൺഗ്രസ് പിളർന്ന കാലം. ആന്റണി കോൺഗ്രസ് ആണ് ജയിച്ചത്. അന്ന് ഇടതുപക്ഷത്തിന്റെ സഹായത്തിലാണ് ജയിക്കണത്. ഞാൻ കോൺഗ്രസിന്റെ ആളായിട്ടാണ് നിന്നത്. ഞാൻ തോറ്റുപോയി. അത് 80-ലാണ് ജയിച്ചത്. പക്ഷേ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കേരളത്തിൽ. ആ അധികാരത്തിൽ വന്നപ്പോൾ ആര്യാടൻ അസംബ്ലിക്ക് മത്സരിച്ചിരുന്നില്ല. അദ്ദേഹം പൊന്നാനി പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. ആ ബോംബെക്കാരനൊരു സ്ഥാനാർത്ഥിൻ്റെതുണ്ടോ, അദ്ദേഹത്തോട് തോറ്റപ്പോൾ ഇയാൾ MLA അല്ല, MP അല്ല, മന്ത്രി ഒന്നുമില്ലാതായി. അപ്പോൾ പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് ഹരിദാസിനെ കൊണ്ട് രാജിവെപ്പിച്ച് ഇയാളെ മന്ത്രിയാക്കി. ആദ്യം മന്ത്രി എന്ന സ്ഥാനത്തോടു കൂടി നിലമ്പൂരിൽ വന്ന് ഹരിദാസിനെ കൊണ്ട് രാജിവെപ്പിച്ച് മത്സരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ചരിത്രമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തോറ്റ് പാളീസായി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിൻ്റെ തെറ്റ് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് പോയതാണ് ആന്റണി ആര്യാടനൊക്കെ. ഇന്ദിരാഗാന്ധിയെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കോൺഗ്രസ് വിട്ടു. അല്ല, അവര് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ തോറ്റു. അപ്പം ഇനി കോൺഗ്രസ് ഒരിക്കലും നന്നായി വരൂല എന്ന പ്രതീക്ഷയിൽ ആന്റണി ആര്യാടൻ, റെഡ്ഡി മുതലായവർ പോയി. ആദ്യം റെഡ്ഡി കോൺഗ്രസ് ഉണ്ടാക്കി. പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കി. ആ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാരുമായിട്ട് സഖ്യമായി. ഈ സമയത്താണ് 80-ലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇവരൊക്കെ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെ സംഘടിപ്പിച്ച് ഇന്ദിരാഗാന്ധി നല്ല കാലത്ത് ഒപ്പം നിൽക്കുകയും തോറ്റപ്പോൾ തള്ളിപ്പറയുകയും ചെയ്തത് ശരിയല്ല എന്ന അഭിപ്രായത്തിലാണ് ഞാനൊക്കെ. അന്ന് ആ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോരാടി. അങ്ങനെ DCC പ്രസിഡന്റായി I വിഭാഗത്തിൻ്റെ. അന്നത്തെ ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം കൂടിയതാണ് ജില്ല. അതിന്റെ ജില്ലാ പ്രസിഡന്റ് എഴുതിയ. കോഴിക്കോട് ലീഗിനാണോ ശക്തി, കോൺഗ്രസിനാണോ? കോഴിക്കോട് എന്നും കോൺഗ്രസിനാണ് ശക്തി, മലപ്പുറത്താണ് ലീഗിന് ശക്തി. അല്ല, അന്നത്തെ ജില്ലയിൽ അന്നത്തെ DCCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ലീഗാണോ? അന്ന് ലീഗിന് ശക്തി ഇവിടെ ഉണ്ട്. പക്ഷെ കോൺഗ്രസും BJP ഇടതുപക്ഷം കൂടി ചേർന്ന ഒരു വിഭാഗം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടൂല. അങ്ങനെ ഇരിക്കുമ്പോൾ 80-ൽ നായനാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആര്യാടൻ അതിലെ മന്ത്രിയായി, വലിയ ആളായി. ആര്യാടന് വേണ്ടി ഹരിദാസൻ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് I വിഭാഗം മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിർത്തി. ആര്യാടൻ 19,500 വോട്ടിന് ജയിച്ചു. അങ്ങനെ ഭരണം നിലനിൽക്കുമ്പോൾ 1981-ൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി 100% വോട്ടിന് ജയിച്ചു. കോൺഗ്രസ് ആവേശകരമായി തിരിച്ചു വന്നു. അതിനൊരു കാരണം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പാക്കിയത് തെറ്റായിപ്പോയി എന്ന് മാപ്പ് പറഞ്ഞു ഇന്ത്യൻ ജനതയോട്. ഇന്ദിരാഗാന്ധി മാപ്പ് പറഞ്ഞപ്പോൾ ജനങ്ങൾ വികാരഭരിതരായി, ഒന്നായിട്ട് തിരിച്ചു വന്നു. ഈ ആവേശവും തിരിച്ചു വരവും അവർക്ക് ആലോചന ഉണ്ടാക്കി. അവർക്ക് അപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം. അതിൻ്റെ ചർച്ച വന്നു. അതേതാണ്ട് കരുണാകരൻ അവർ തിരിച്ചു വന്നാൽ ഇവിടെ കോൺഗ്രസ് 2-1 ജയിക്കുമല്ലോ, അപ്പോൾ മുഖ്യമന്ത്രിയാവാം. ആ കാര്യത്തിൽ ഈ വഞ്ചകന്മാരെ തിരിച്ചെടുക്കുന്നതിന് കരുണാകരന് വിരോധമല്ല. പക്ഷേ ഞങ്ങൾ 5-6 ആൾ KPC എക്സിക്യൂട്ടീവിലും മീറ്റിങ്ങിലും ഇത് എതിർത്തു. ആ എതിർത്തിൻ്റെ മുന്നിൽ ഞാനായിരുന്നു.
അത് KPCCയിൽ അവതരിപ്പിച്ചത് ഞാനാ. AK ആന്റണിയും വിഭാഗവും തിരിച്ചു വരുന്നതിന് ഓരെ എടുക്കാൻ പാടില്ല, എന്ന് പറഞ്ഞു. അവർ വഞ്ചകന്മാരാണ്, അവർ ഒരു സഹകക്ഷിയായി വേണമെങ്കിൽ നിന്നോട്ടെ, ഒരു ഘടകകക്ഷിയായിട്ട് ഘടകകക്ഷിയായിട്ട് നിന്നോട്ടെ, നമ്മളെ പാർട്ടിയിൽ എടുക്കാൻ പാടില്ല ഞാൻ. അത് കരുണാകരന് ഇഷ്ടമായില്ല. അങ്ങനെ അവർ ഇടതുപക്ഷം പൊളിച്ചു, നായനാരെ താഴെ ഇറക്കി, ഗവൺമെൻറ് രാജിവെച്ചു. 82 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാജിവെച്ച ഗവൺമെൻറ്റിലെ മന്ത്രി എന്ന നിലയിൽ ആര്യാടൻ തന്നെ മത്സരിച്ചു നിലമ്പൂർ. കരുണാകരൻ എൻ്റെ കാലുവാരി. മത്സരിക്കേണ്ട സ്ഥലമായിരുന്നു. ഞാൻ നിനക്ക് മത്സരിക്കേണ്ട നിലമ്പൂർ, ഇല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പൊന്നാനി മത്സരിക്കാം. അവിടെ ഗംഗാധരനെ പട്ടാമ്പിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് നിർത്തി ഇന്ന കാലുവാരി. അത് എല്ലാവർക്കും മനസ്സിലായി. അതായത് ഒരു ആപത്ഘട്ടത്തിൽ കരുണാകരന്റെ കൂടെ നിന്നു, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന ആളാണ്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോൺഗ്രസും വന്നാൽ കരുണാകരൻ മുഖ്യമന്ത്രിയാവുമെന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി അതിന് കൂട്ടുനിന്ന് കൊടുത്തു. ആ വഞ്ചകന്മാരെ കോൺഗ്രസിലെടുത്തു. ആ ലാഭത്തിന് നമ്മളില്ല, നമ്മളതിനെതിരാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ കാലുവാരിയത്. അതിലൊരു രസകരമായ സംഭവം ഉള്ളത്, 80-ൽ മത്സരിക്കുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി നിലമ്പൂരിൽ വന്നിരുന്നു. വന്നത് ഹംസാക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. 82-ൽ വീണ്ടും ഇന്ദിരാഗാന്ധി വന്നു. അന്ന് ആര്യാടന് വേണ്ടിയാണ് വന്നത്. അതിന്റെ തമാശ പറഞ്ഞാൽ ബഹു രസമുണ്ട്. ഞാൻ കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി വന്നു. അന്ന് ഡൽഹിയിൽ നിന്ന് ജയിച്ച് വലിയ വോട്ടിൽ ജയിച്ചിട്ടാണ് വരവ്. 1981 വരവ് ജയിച്ചത്. 82-ലെ തെരഞ്ഞെടുപ്പിൽ അല്ല 80-ൽ വന്നപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ദിരാൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എന്നെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ കാൻഡിഡേറ്റ് മിസ്റ്റർ TK ഹംസ, ഐ റിക്വസ്റ്റ് ടു കാസ്റ്റ് വോട്ട് ഫോർ ഹിം, ഐ താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതേ ഇന്ദിരാഗാന്ധി 82-ൽ ഞാനും ആര്യാടനും തമ്മിൽ മത്സരിക്കുമ്പോൾ ആര്യാടനും കോൺഗ്രസും ഒരുമിച്ചാണെങ്കിലും ആ ഭാഗത്ത് ഇന്ദിരാഗാന്ധി വന്നെങ്കിലും പ്രസംഗം രസകരമായിരുന്നു. ആര്യാടൻ്റെ പേര് പറഞ്ഞില്ല, ആർക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞില്ല. ഈ വിവരങ്ങളൊക്കെ CM സ്റ്റീഫൻ മുഖേന മനസ്സിലാക്കി മൂപ്പര് വിമാനത്തിൽ തന്നെ. അവസാനം പറഞ്ഞു, when I came here I understand one of my colleagues contesting other side. എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ മറുവശത്ത് മത്സരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഐ ഡു റിഗ്രറ്റ്, ഞാൻ സങ്കടപ്പെടുന്നു, വ്യസനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഞാൻ പോയതിലുള്ള വ്യസനമാണ്. ആര്യാടൻ തോൽക്കടിയിലുള്ള വിഷമല്ല, സഹപ്രവർത്തകൻ മറുവശത്ത് പോയതിലുള്ള ദുഃഖം സഹിക്കവയ്യാക്കും. അപ്പൊ അന്ന് പ്രസംഗം ആര്യാടന് വേണ്ടിയും മനസ്സ് നമുക്ക് വേണ്ടി അത് ജനങ്ങൾക്ക് ബോധ്യായി. അതിൽ ജനങ്ങൾ ഒന്നായിട്ട് എനിക്ക് വോട്ട് ചെയ്യുന്നു. എത്ര വോട്ടിന് ഭൂരിപക്ഷം ജയിക്കുന്നത്? ഞാൻ 1800 വോട്ട്. ആര്യാടൻ്റെ 19,000 മറികടന്ന് 1800 വോട്ടിന് ജയിച്ചു. ആര്യാടനും ഹംസാക്കി തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? അത് കോൺഗ്രസ് ആയിരുന്ന കാലത്ത് രോഗിയാണ്, വിട്ടപ്പോഴും രോഗിയാണ്. മത്സരിച്ചപ്പോൾ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ പല്ലിയ രോഗം ഉണ്ടാവുമല്ലോ. മത്സരം കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ രോഗ്യക്കാരായി. രോഗ്യത്തിനും ബന്ധത്തിനും അന്നും ഇന്നും ആരുമായിട്ടും ഒരു വ്യത്യാസമില്ല, ബന്ധങ്ങൾക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഉള്ളിലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു, CPM-നകത്തും ഒരു കോൺഗ്രസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അല്ലേ? ഞാനോ? അല്ല, ഞാൻ എൻ്റെ ഒരു ചരിത്രം വേറെ ഉണ്ട്. 957-ന് മുമ്പ് 5 കൊല്ലം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പഠിക്കുന്ന കാലത്ത് 7, 8, 9, 10 ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് യുവജന സംഘത്തിൻ്റെ പ്രവർത്തകനാണ് ഞാൻ. അന്ന് ജന്മി മുതലാളിത്തത്തിനെതിരായ പോരാട്ടമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ കുടുംബം, പാപ്പ ഉൾപ്പെടെ ജന്മി മുതലാളിത്ത കുടുംബത്തിൽപ്പെട്ടവരാണ്. പാട്ടം കൊടുക്കേണ്ടതില്ല, ജമ്മിത്വം അവസാനിപ്പിക്കണമെന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പിതാവിനും മറ്റും അത് ഇഷ്ടമാവില്ല. കുടുംബക്കാകെ എനിക്കെതിരായി. ആ വിഷമത്തിൽ പാർട്ടിയുടെ അനുവാദത്തോടു കൂടി ഞാൻ വിട്ടുനിന്നു, എല്ലാം വിട്ടുനിന്നു. ഒരു കൊല്ലം മൗനം ദീക്ഷിച്ചപ്പോൾ ആ രാഷ്ട്രീയ വികാരം തള്ളി പുറത്തേക്ക് വന്നു. ഒരു ദുർബല നിമിഷത്തിൽ കോൺഗ്രസിൽ ഞാൻ ഏറ്റവും നല്ലവനാണെന്ന് മനസ്സിലാക്കിയ PP ഉമ്മർകോയയുടെ അഭ്യർത്ഥന മാനിച്ച് കോൺഗ്രസിലേക്കാണ് കയറി. ഉമ്മർകോയ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ, അയാളെ സഹായിക്കാൻ പോയി. അങ്ങനെ കോൺഗ്രസ്സുകാരനായ ഞാൻ
കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ കോൺഗ്രസിൽ നിൽക്കുക ചെയ്ത്. ഓക്കെ, കമ്മ്യൂണിസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിച്ച് 25 കൊല്ലം. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആ പാർട്ടിയിലേക്ക് ആ വന്നപ്പോൾ സ്വഭാവമാണ് തറവാട്ടിലേക്ക് വന്ന കരുണാകരൻ്റെ വിക്രിയൊക്കെ പരസ്യമായി എതിർക്കാനുള്ള ധൈര്യം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഒരു തറവാട്ടിലേക്ക് തിരിച്ചു വന്ന ഫീലായിരുന്നു. ആ സ്വന്തം പാർട്ടിയിൽ ഞാൻ ജയിച്ച് അസംബ്ലിയിൽ ഇരിക്കുമ്പോൾ 2 കൊല്ലം ഇരുന്നിട്ടുള്ളൂ സ്വതന്ത്രനായിട്ട്. 2ാം കൊല്ലം ചില ചർച്ചകളിൽ എൻ്റെ അവതരണം പ്രസംഗം ആവശ്യമാണെന്ന് പാർട്ടിക്ക് നിർബന്ധമായി. ഞാൻ നിർവഹിച്ചപ്പോൾ വലിയ ഇഷ്ടമായി. ശരീഅത്ത് വിവാദകാലത്ത് ശരീഅത്തിനെ പറ്റി ഒരു പ്രസംഗം ചെയ്യാൻ അസംബ്ലിയിൽ അന്ന് ആരുമില്ല. മുസ്ലിമായി നടക്കുന്ന ലീഗുകാർക്ക് പോലും അതറിയില്ല. പറയുന്നതൊക്കെ മിസ്റ്റേക്ക്. അവസാനം നായനാർ പറഞ്ഞു താൻ കയറി പ്രസംഗിക്കണോ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രസംഗിച്ചത്. അത് ഖുർആനും ആയത്തും ഹദീസും ഒക്കെ ഓതി പ്രസംഗം കഴിഞ്ഞപ്പോൾ വിറച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ പ്രസംഗിക്കാൻ വിളിച്ചു. കാസർഗോഡ് വരെ പ്രസംഗിച്ചു. തിരിച്ചു വന്ന 8ാമത്തെ ദിവസം നായനാർ പറഞ്ഞ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ. അങ്ങനെ ആദ്യം ഏത് കമ്മിറ്റിയിലേക്കാണ് കയറുന്നത്? ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. മെമ്പർഷിപ്പ് എടുത്തു. ഏരിയ കമ്മിറ്റിയിൽ മെമ്പറാക്കി. അടുത്ത കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വന്നു. പിന്നത്തെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു. അങ്ങനെ കുറേ കാലം പ്രവർത്തിച്ചു പോയി. പാർലമെൻറ്റ് മെമ്പറായി. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി. ആ സമയത്ത് അദ്ദേഹം എന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എടുത്തു. 10 കൊല്ലം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നു. പാർട്ടി മെമ്പറുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന വികാരത്തോടു കൂടി ഈ കഴിഞ്ഞ 45 കൊല്ലം ഞാൻ പാർട്ടിയിൽ നിന്നു. പാർട്ടിയോട് വല്ലാത്ത സ്നേഹവും ഉണ്ടല്ലോ. ഉള്ളത് ഈ മലപ്പുറം ജില്ലയിൽ എനിക്ക് കിട്ടിയ ഗുണം വേറെ ആർക്ക് കിട്ടി? 20 കൊല്ലം MLA ആയി, 5 കൊല്ലം മന്ത്രിയായി, ഗവൺമെൻറ് ചീഫ് വിപ്പായി, 5 കൊല്ലം പാർലമെൻറ്റ് മെമ്പറായി, ഒരുപാട് കമ്മീഷൻ കോർപ്പറേഷൻ. അന്ന് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് CPM അങ്ങനെ വഴിയാധാരമാക്കിയില്ല. ഒരിക്കലും എന്നെ ആക്കിയില്ല. ഈ 85ാമത്തെ വയസ്സിൽ വഖഫ് ബോർഡ് ചെയർമാനാക്കി. പാർലമെൻറ്റ് മെമ്പറായ സമയത്ത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിൻ്റെ കോർട്ട് മെമ്പർ ഞാനായിരുന്നു. രാജ്യസഭയിൽ നിന്ന് ഒരാളും ലോക്സഭയിൽ നിന്ന് ഒരാളും. ആ ഒരാൾ ഞാനാണ് ലോക്സഭയിൽ നിന്ന്. കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്. എന്നിങ്ങനെ ഞങ്ങളന്ന് കോൺഗ്രസിനെ സഹായിക്കുകയാണ് BJP ഒഴിവാക്കാൻ. ഞാൻ MP ആകുമ്പോൾ അപ്പോൾ അലിഗറിലേക്ക് ഞാൻ പോയിക്കോട്ടെ എന്ന് അവരും പറഞ്ഞു. അങ്ങനെ ഉന്നതമായ പല സ്ഥാനത്തും പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ ചെയർമാൻ ഞാനാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. ഇങ്ങനെ ഒരുപാട് മലപ്പുറത്ത് നിന്ന് ഒരുപാട് സ്വതന്ത്രന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ PV അൻവർ മലപ്പുറത്ത് CPM സ്വതന്ത്രനായിരുന്നു. അബ്ദുറഹിമാൻ മിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ KT ജലീലുണ്ട്. ഇവരൊന്നും ഇതേപോലെ പാർട്ടിയിലേക്ക് വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും അവരൊന്നും പാർട്ടിയിലേക്ക് ഇതേപോലെ? അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഞാൻ പറയുമ്പോൾ അതൊരു വിമർശനമാവും. ഞാനത് പറയുന്നില്ല. അല്ല, അവരെ പാർട്ടിയിൽ എടുക്കാൻ പാർട്ടി കൂട്ടാക്കിയിട്ടില്ല. പാർട്ടി എല്ലാവരും നല്ല ആളുകളൊക്കെ എടുക്കും. അവർ നല്ലവരാണ്. പാർട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഉള്ളിൽ വന്നുകൊണ്ടൊരു അതെന്തുകൊണ്ടാണ് അൻവറിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലായി. 9ാമത്തെ കൊല്ലം എതിർ സ്ഥാനാർത്ഥി പാർലമെൻറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് കണ്ടപ്പോൾ ഇനി നമ്മളല്ല നല്ലത് അവിടെ തോന്നി. ഉടനെ അൻവർ പോവാനുള്ള കാരണം ഇതന്നെ കാരണം വേറെ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയത് അതന്നെ കാരണം. നിലമ്പൂരിൽ അത് കണ്ടപ്പോൾ ഇനി നിലമ്പൂരിൽ നമ്മൾ ജയിക്കണ്ടാവില്ല, കോൺഗ്രസ് ആയി നല്ലത്. അത് അവരോട് പറഞ്ഞ പോലും സ്വീകരിച്ചു. ആ കോൺഗ്രസ് അൻവർ ഗൂഢാലോചനയിലാണ് ഈ രാജിവെക്കലും ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അടുത്ത് ചെന്നപ്പോൾ ഇവരെ ഉള്ളിൽ കയറ്റാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. കോലായ്മയിൽ നിൽക്കാൻ പറഞ്ഞു. മഴ കൊള്ളാതെ കോലായ്മ നിന്ന് അകത്ത് കയറണ്ട എന്ന് പറഞ്ഞു. അല്ലാതായി. അപ്പോൾ അൻവർ എതിർത്ത് ചാടി. ഇതാണ് ചരിത്രം. ഈ ലീഗുമായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ട് ലീഗ് ആയില്ല എന്നൊരു ചോദ്യം. ലീഗ് ആയില്ല എന്നുള്ളത് കുട്ടിക്കാലം മുതൽ തന്നെ. ലീഗിൻ്റെ ചരിത്രം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ 957 1ാം സ്വാതന്ത്ര്യ സമരം നടത്തി. സിപായി ലഹള എന്നാണ് അതിനെ ബ്രിട്ടീഷുകാർ കളിയാക്കിയത്. ആ സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും പട്ടാളക്കാരും ഒരുമിച്ചാണ് പോരാടിയത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് വിറച്ചുപോയി. അതിനെ അവർ ഒരു വിധത്തിൽ തല്ലി അടിച്ചു ഒതുക്കി. അത് കണ്ടപ്പോൾ അവർ മനസ്സിലായി ഇനി മുസ്ലിം ഹിന്ദു ബന്ധം ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയില്ല. അത് നമ്മൾ തെറ്റിച്ച ബ്രിട്ടീഷുകാരാണ്. ആ വലയിൽ ആദ്യം കുടുങ്ങിയത് മുസ്ലിമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായി 1906. അതിന് സഹായിച്ചത് ബ്രിട്ടീഷുകാരാണ്. എന്നിട്ട് ജയിലിൽ കിടക്കുന്ന സവർക്കർ, അന്തമാൻ ജയിലിൽ കിടക്കുന്ന സവർക്കറെ മാപ്പ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് അയാളുടെ നേതൃത്വത്തിൽ ഹിന്ദു മുന്നണി ഉണ്ടാക്കി.
അപ്പോൾ ഹിന്ദു ലീഗായി മുസ്ലിം ലീഗുമായി. ഇത് ഭിന്നിപ്പിച്ചത് അവരാണ്. അന്ന് മുതൽക്ക് ബ്രിട്ടീഷുകാർക്ക് അനുകൂലവും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു നിലപാടാണ് BJP ലീഗും ചേർന്ന് രണ്ടും നടത്തിയത്. ആശയപരമായി രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് ഹിന്ദു ആണെന്ന് മുസ്ലിമാണെന്ന് മാത്രം. മുസ്ലിം ലീഗ് പൊതുവെ മതേതര ചേരിയിൽ നിൽക്കുന്ന മതേതര അതൊക്കെ ഇപ്പോഴാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരിക്കൽ കോൺഗ്രസ് 2 വർഷം മുന്നണി കൂട്ടി, ഒരു പ്രാവശ്യം നമ്മളും കൂട്ടി, അങ്ങനെയാണ് മതേതരായിപ്പോയതാ. ഒറിജിനൽ മതേതരൊന്നല്ല, വർഗീയവാദികൾ തന്നെയാണ്, പാകിസ്ഥാൻവാദികളുമായിരുന്നു. പാകിസ്ഥാന് വേണ്ടി മരിക്കുന്ന പാർട്ടിയാണ് ഇവിടെ. ഇപ്പം മാറി. അന്ന് സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പാട്ടുപാടിയവരാണ് അവർ. ഇപ്പം മാറിയില്ലേ? ഇപ്പോൾ അവർ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് എങ്ങനെങ്കിലും ഭരണം കിട്ടിയാൽ മതി എന്നുള്ളിടത്താണ്. അപ്പോൾ അവർക്ക് മതമല്ല രാഷ്ട്രീയമില്ല. ഇപ്പോൾ അവരെ CPM-ലേക്ക് ഇപ്പോൾ ഭരണം മാത്രം LDF-ലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹം ഉണ്ടോ അവർ നടത്തിയാന്നല്ലാതെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വിശ്വസിക്കാൻ പറ്റൂല. ഒരിക്കൽ സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞ് വന്നല്ലോ, മറുവശത്ത് ഗുണമുണ്ട്, കേന്ദ്രത്തിൽ മാറ്റേണ്ടി എന്ന് കണ്ടപ്പോൾ കാലുവാരിപ്പോയി. അവരെ വിശ്വസിക്കാൻ പറ്റൂല. ഈ CPM-നെതിരെ ഇപ്പോൾ VD സതീശനും ലീഗുകാരും ഒക്കെ പറയുന്നൊരു സംഭവം, CPM-കാരി മലപ്പുറത്തെ വല്ലാതെ അപമാനിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂ, അതുപോലെ പണ്ട് VS അച്യുതാനന്ദന് ഇന്റർവ്യൂവിൽ ഈ നമ്മുടെ ഈ മലപ്പുറത്ത് സ്വർണ്ണക്കടത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെ, വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. മലപ്പുറം ജില്ല ഇവരുടെ ഒരു കുടുംബ സ്വത്തായിട്ടാണ് അവർ ലീഗുകാർ കാണുന്നത്. മനസ്സിലായോ? മലപ്പുറത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് EMS മുഖ്യമന്ത്രിയാവുമ്പോഴാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. കോഴിക്കോട് നിന്ന് കുറച്ചും പാലക്കാട് നിന്ന് പകുതി 6 മണ്ഡലങ്ങളെടുത്ത് ജില്ല രൂപീകരിച്ചത് EMS ആണ്. EMS ആണ് വേണ്ടെന്ന് പറഞ്ഞാൽ അത് എതിർക്കാൻ ഒരാളുമില്ല. അപ്പോൾ ലീഗല്ല അത് ഉണ്ടാക്കിയത്. അപ്പം ഭൂരിപക്ഷം അവർ മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് ചില സീറ്റ് കിട്ടുമല്ലോ. പിന്നെ ഒരു കുത്തകയാണെന്ന് പ്രസംഗിച്ച് നടക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നല്ല ജില്ല അല്ല. പൊതുവെ മലപ്പുറത്തെ അങ്ങനെ തീവ്രവാദവുമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോ മലപ്പുറത്തിൻ്റെ പ്രത്യേകമായ തീവ്രവാദ ചിന്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാൻ കാരണം കള്ളക്കടത്ത് വരുന്നത് മലപ്പുറത്തൂടെയാണെന്ന്. അതൊരു സത്യമാണ്. എന്താ കാരണം? സ്വർണ്ണ കള്ളക്കടത്ത് വിമാനത്തിലൂടെയാണ് വരുന്നത്. വിമാനം കോഴിക്കോട് എന്ന് പേരാണെങ്കിലും മലപ്പുറത്താണ്. പക്ഷെ അത് കൃത്യമായി കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയാതെ മലപ്പുറം പോലൊരു ജില്ലയെ ചേർത്ത് വെക്കും, അതൊരു സമുദായമായിട്ട് ചേർത്ത് വെച്ച് അതൊക്കെ വേറൊന്നും വേറെ എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിൻ്റെ കുറ്റം അഴിമതി പറയാനുണ്ടോ? സ്വജനപക്ഷപാതം പറയാനുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അക്രമമുണ്ടോ? വർഗീയ കലാപമുണ്ടോ? പവർ കട്ടുണ്ടോ? റേഷൻ വിതരണം നന്നായിട്ട് കൊടുക്കുന്നില്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലേ? വീടില്ലാത്തവന് വീട് കൊടുക്കുന്നില്ലേ? ഹരിജനങ്ങൾക്കും പട്ടികജാതിക്കാർക്കും വീട് കൊടുത്തില്ലേ? 345 ഫ്ലാറ്റാണ് ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കിയത്. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് കുറേ മോശം പറഞ്ഞു, കുറേ തെറ്റ് പറഞ്ഞു. മുഖ്യമന്ത്രിൻ്റെ പറയുന്നിടത്തോളം ജനങ്ങൾ എതിരാകും എന്നുള്ള അവർ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, ഇപ്പോൾ വിജയരാഘവൻ സഖാവ്, അദ്ദേഹം പൊളിപ്പുരം മെമ്പറാണ്. അപ്പോൾ ഈ ദേശീയപാത സമരത്തിലൊക്കെ മലപ്പുറത്ത് എത്തുമ്പോൾ മലപ്പുറത്തെ സമരത്തിന് പിന്നിൽ തീവ്രവാദികളാണ്. അപ്പം മലപ്പുറം എത്തുമ്പോഴേക്കും അത് തീവ്രവാദവുമായി ചേർത്ത് വെക്കുകയാണ്. കേരളത്തിന്റെ മറ്റ് ജില്ലകളിലൊക്കെ സമരം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ കുറച്ച് തീവ്രവാദികൾ ഉണ്ടായിരുന്നു. കാരണം തീവ്രവാദത്തിന് വേണ്ടി നിരോധിക്കപ്പെട്ട പാർട്ടിയും അതിൻ്റെ നേതാക്കളിൽ പലരും മലപ്പുറത്താണ്. അപ്പോൾ ഇത് അറിയാത്ത ഒരാൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ വന്നു പോകും. അതല്ലാത്ത വേറൊരു ദുരുദ്ദേശവും വിജയരാഘവനായാലും മറ്റേത് സഖാവായാലും പാർട്ടി നയത്തിനെതിരെ മിണ്ടൂല. അങ്ങനെ ഒരുപാട് VS അച്യുതാനന്ദൻ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇമാതിരി ഓരോന്നും ഉണ്ടാക്കി പറയാൻ. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോ കോപ്പി അടിച്ചാണ് ജയിച്ചത് മലപ്പുറത്തെ ആ കുട്ടികൾ എന്ന് പറഞ്ഞു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ മലപ്പുറത്ത് ഉന്നത വിജയം ഉണ്ടായപ്പോൾ അതൊക്കെ കോപ്പി അടിച്ചിട്ടാണോ എന്നൊരു സംശയം VS പ്രകടിപ്പിച്ചു. അങ്ങനെ മലപ്പുറത്തെ മൊത്തത്തിലൊരു അവഹേളിക്കലാണ് CPM എന്നാ പറയുന്നത്. അതൊക്കെ ഇപ്പോൾ വേറൊന്നും പറയാനില്ലാത്തപ്പോൾ വിമർശനം പറയാൻ ബുദ്ധിയുള്ളവൻ എന്തും വേണമെങ്കിൽ പറയാൻ, ആരെയും പറയാം. അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കല്ല. ഇതൊരു വലിയ രാഷ്ട്രീയമാണ്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമല്ല അത്. ഇതൊന്നും നോക്കിയിട്ട് ആരും വോട്ട് ചെയ്യൂല, ചെയ്യാതിരിക്കില്ല. സ്വരാജിനെ കുറിച്ച്, സ്വരാജ് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? സ്വരാജ് തുടക്കത്തിൽ തന്നെ നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് വളർന്നു വന്നതാണ്. വിദ്യാർത്ഥി യൂണിയൻ്റെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളിൽ അദ്ദേഹം ഇരുന്നു. നന്നായിട്ട് വായിക്കും, പഠിക്കും.
BA LLB ആണ്, അഡ്വക്കറ്റാണ് അദ്ദേഹം. അതിന് പുറമെ മലയാളത്തിലും സോഷ്യോളജിയിലും MA പാസ്സായിട്ടുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുക? നല്ല പ്രാസംഗികൻ, നല്ല പ്രവർത്തകൻ, സത്യസന്ധൻ, ചിരിച്ചുകൊണ്ടല്ലാതെ വർത്തമാനം പറയില്ല. ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അതൊന്നും നിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ സ്വതന്ത്ര പരീക്ഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ TK ഹംസാക്ക ഉൾപ്പെടെ സ്വതന്ത്ര പരീക്ഷണമായിരുന്നു. അങ്ങനെ സ്വതന്ത്ര പരീക്ഷണം നടന്ന അവിടെ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ വരുമ്പോൾ ജയിച്ച് കയറുമോ? ശ്രീരാമകൃഷ്ണനൊക്കെ 2006 മത്സരിച്ച് തോറ്റുപോയതാണ്. അതൊന്നും നോക്കണ്ട. ഇപ്പോൾ ഇവൻ ജയിക്കോ ഇല്ലെന്ന് നോക്കിയാൽ മതി. ജയിക്കുമെന്നാണ് ഉറപ്പ്. നമ്മുടെ സ്വരാജ് ജയിക്കോ ഇല്ലേ നോക്കിയാൽ മതി. പല ഞാനും തോറ്റില്ലേ, അതൊന്നും ഇപ്പോൾ കണക്ക് കൂട്ടണ്ട. അതിനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട്. എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവം 3 പ്രാവശ്യം മത്സരിച്ചതിൽ പെട്ടതാണ് നിലമ്പൂർ. ബക്കരി ബന്ധിൻ്റെ നാടുമാണ്, സ്വത്ത് അംശത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അമരമ്പലം വരെ നിലമ്പൂരാണ്. അതിൻ്റെ തൊട്ട വില്ലേജിലാണ് എൻ്റെ വീട്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ സർക്കാർ തുടരുമെന്നാണ് പറയുന്നത്. പിണറായി വിജയനുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? പിണറായി വിജയൻ വളരെ സത്യസന്ധനും കൃത്യബോധത്തിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാവനയും വികാസവും ദീർഘവീക്ഷണമല്ല ഈ വികസനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന്. മറ്റുള്ളവരൊക്കെ സഹായമുണ്ട്, കൂടെ ഉണ്ട്, ഇല്ല എന്നല്ല. ഇത് മുഖ്യമന്ത്രി എന്നതിൻ്റെ ലീഡർഷിപ്പ് അയാളുടെ കയ്യിലല്ലേ. നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ഈ വികസന രംഗത്ത് മുഴുവൻ ഈ തരത്തിൽ മുന്നേറിയത് അദ്ദേഹമാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് എത്ര കൊല്ലമായി ഭരണത്തിൽ കൂടിയിട്ട്? മൊല്ലാക്കാക്കും മുക്രിക്കും പെൻഷൻ കൊടുത്തോ? അത് പകുതി നായനാരാ കൊടുത്ത് പൂർണ്ണമാക്കിയത് പിണറായി വിജയനാ. അമ്പലത്തിലെ പൂജാരിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, അതും നമ്മളാ കൊടുത്ത്. നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാൻ. പ്രായമായവർക്കും വളർന്നു പിഞ്ചു കുട്ടികൾക്കും പെൻഷൻ കൊടുക്കണമെന്ന് ഭൂമുഖത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായി നിയമമുണ്ടാക്കിയത് ആരാണെന്നറിയോ? അറിയില്ല. മുഹമ്മദ് നബിയുടെ 2ാമത്തെ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബാണ്. മുലകുടി മാറ്റിയ കുട്ടികൾക്ക് പെൻഷൻ കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമം. ഒരു കുട്ടി നിലവിളിക്കുന്ന രാത്രി അയാൾ സഞ്ചരിക്കുമ്പോൾ വാതിൽ മുട്ടി വിളിച്ച് ചോദിച്ചു, എന്തിനാ കുട്ടി കരയണമെന്ന്. കുട്ടി കരയുന്നത് ഉമർ ഖത്താബിൻ്റെ ഭരണത്തിൻ്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ സ്ത്രീ. എന്താണെന്ന് ചോദിച്ചു. മുലകുടി മാറ്റിയ കുട്ടികൾക്കേ പെൻഷനുള്ളൂ, ഈ കുട്ടി മുലകുടി മാറ്റണില്ല, മാറ്റാതെ പെൻഷൻ കിട്ടൂല. അപ്പം ഞങ്ങൾ മുലകുടി മാറ്റാൻ വേണ്ടി മുല കൊടുക്കൂല, അപ്പോഴാണ് ഈ കുട്ടി കരയണത് കാരണം. ഓഹോ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. 10 മണിക്ക് സെക്രട്ടേറിയറ്റ് കയറി ചെന്ന് ഫയൽ വിളിച്ചിട്ട് ഓൾ ദി കുട്ടികൾ, എല്ലാ കുട്ടികൾക്കും മുലകുടി മാറ്റാത്തവർക്കും ഒക്കെ പെൻഷൻ കൊടുക്കാൻ പറഞ്ഞു. ഈ കുട്ടിൻ്റെ ആരിയസോട് കൂടി 11 മണിയായപ്പോൾ വീട്ടിലെത്തിച്ചു. സാധാരണ വരുന്ന മാതിരി പിറ്റേന്നാണ്. അന്ന് വൈകുന്നേരവും അദ്ദേഹം വന്നു. വാതിലിക മുട്ടി പിടിച്ചു, എന്താ അന്ന് കുട്ടി അറിയാത്തേ? അത് ഇന്നലെ ഒരു പഹയം വന്നതിന് പോലെ മർഹത്താവിൻ്റെ ഭരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ വാന്ന് പറഞ്ഞ ആൾ പോയി. 11 മണിയായപ്പോഴത്തിന് ഞങ്ങൾക്ക് പെൻഷൻ പാസ്സായി, അത് കിട്ടുകയും ചെയ്തു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ ഞാനാണ് ഉമർ ഖത്താബ്. അതാണ് പിണറായി വിജയൻ. അത് മനസ്സിലായിക്കോളൂ. ആ പെൻഷൻ ഉമർ ഖത്താബിന് ശേഷം ഒരു ലീഗുകാരനും കൊടുത്തിട്ടില്ല, ഒരു കോൺഗ്രസും കൊടുത്തിട്ടില്ല. കൊടുത്തത് നായനാരാണ് ആദ്യം. അത് വലുതാക്കിയതും വലിയതാക്കിയതും 600 1600 ആക്കിയതും പിണറായി വിജയനാണ്. കണിശമായി കാര്യം പറയും, സത്യസന്ധമായി പ്രവർത്തിക്കും. ബഹുജനങ്ങളെ കുടുംബജീവിതത്തിൽ സാധുക്കളുടെ വേദനകൾ നേരിട്ട് അനുഭവിച്ച് പഠിച്ച് വന്ന നേതാവാണ് അദ്ദേഹം. പ്രമാണിയായിട്ട് വന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും മലപ്പുറത്തിൻ്റെയും ഒക്കെ ഒരു സ്വാധീനം പാർട്ടിക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പാർട്ടി കാലാകാലങ്ങളായി വർദ്ധിപ്പിക്കുന്നില്ലേ? അതല്ല ഇപ്പം ഈ കാണുന്നത്. പക്ഷേ ആ കമ്മ്യൂണിറ്റി CPM-നോട് വരുന്നുണ്ടോ? ഒരുപാട് കാലമായിട്ട് ലീഗായി നിന്നവർ, ഒരുപാട് കാലം കോൺഗ്രസ്സായി നിന്നവർ, അതിൽ നിന്ന് വേണ്ടേ വരാൻ. പെട്ടെന്ന് രാഷ്ട്രീയ മാറ്റം, അഭിപ്രായ മാറ്റങ്ങൾ ഉണ്ടാവില്ലല്ലോ. ആ ഒരു പ്രയാസത്തിലാണ് ഈ മാറ്റത്തിൻ്റെ കുറവ്. എന്നാലും ഇന്ന് ഇത്രയൊക്കെ ആയില്ലേ. ഇപ്പം നിലമ്പൂർ ഒരു യോഗം സംഘടിപ്പിച്ചാൽ ഇങ്ങനെ നോക്ക്, 3/4 ഭാഗം മുസ്ലിമായിരിക്കും, 1/4 ഭാഗം ക്രിസ്ത്യാനി, ബാക്കി നായന്മാരും അല്ലേ. അതല്ലേ തലീക്കെട്ടി ഇരിക്കണേ കണ്ടാൽ. അപ്പോൾ മുസ്ലിമല്ലേ ഇതൊക്കെ. അപ്പോൾ വലിയ മാറ്റമുണ്ട്, വരുന്നുണ്ട്. ഇവരുടെ വഞ്ചനയും ചതിയും ഒക്കെ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് CPM-ൽ നിൽക്കാം. ഇപ്പം നിങ്ങൾ നോക്കി, ഈ 9 കൊല്ലമായിട്ട് വർഗീയ കലാപമുണ്ടോ?
അക്രമമുണ്ടോ? കളവും വഞ്ചനയും ചെയ്താൽ 24 മണിക്കൂർ കൊണ്ട് പോലീസ് പിടിക്കണില്ലേ? ഈ 8 കൊല്ലത്തിനിടയ്ക്ക് പവർ കട്ടുണ്ടായോ നാട്ടിൽ? എന്താ ഉണ്ടാവാത്തത്? ഇവിടെ പവർ അന്യ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കൊണ്ടല്ലേ കറണ്ട്, എന്നിട്ട് പവർ കട്ട് വെച്ചിട്ട് കൺട്രോളായിട്ടല്ലേ കൊടുക്കൽ. ഇന്ന് പുറത്തുനിന്ന് വാങ്ങണമില്ല, പവർ കട്ടുമില്ല. ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? അങ്ങനെ വ്യവസായ സൗഹൃദ കേരളമാക്കി ഈ സംസ്ഥാനത്തെ മാറ്റി. ഇതൊക്കെ പിണറായിൻ്റെ ബുദ്ധിയും ദീർഘവീക്ഷണവും തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കാണണ്ടേ? പിന്നെ ഇപ്പം എന്താ അറിയോ, വേറെ രാഷ്ട്രീയമായി ഒരു വിമർശനവും പറയാനില്ലാത്തത് കൊണ്ട് നമ്മളെ പ്രതിയോഗികൾ മുഖ്യമന്ത്രിൻ്റെ തെറി പറയുക, മുഖ്യമന്ത്രിൻ്റെ ചീത്ത പറയുക. ഇന്ന് അൻവറിൻ്റെ പറഞ്ഞ മാതൃഭൂമിയിൽ വലിയ ഹെഡിങ് ഉണ്ട്, വഞ്ചകൻ, ചതിയൻ, എന്തൊക്കെ പറഞ്ഞിരിക്കണേ അറിയോ? മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോൾ അവൻ നമ്മളെ ചതിച്ചു പോയാനാണെന്ന് പറഞ്ഞല്ലോ. അതിന് മറുപടി മുഖ്യമന്ത്രിയാണ് ചതിച്ചത്, മുഖ്യമന്ത്രി ദേഹിച്ച്. അപ്പം അത് പോട്ടെ. ഈ മുഖ്യമന്ത്രിയോട് വല്ലാത്ത വ്യക്തിപരമായ അടുപ്പമുണ്ട് അന്ന് പഴയ കാലത്ത്. ആർക്ക്? താങ്കൾക്ക്? വ്യക്തിപരമായ അടുപ്പമില്ല, വ്യക്തിപരമായ വൈരാഗ്യമില്ല. പാർട്ടി നേതാവ്, ഭരണാധികാരി എന്നുള്ള നിരക്കുള്ള ബഹുമാനം തന്നെ. ഇപ്പം ഈ അടുത്ത കാലത്ത് താങ്കൾ ഇവിടെ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിന്റെ വീഡിയോ എടുത്തിട്ട് ഒരു സോഷ്യൽ മീഡിയ ട്രോൾ ഇങ്ങനെ വരുന്നുണ്ട്. താങ്കൾ കണ്ടിരുന്നോ? VS-ന്റെ ഒരു പ്രതികരണമൊക്കെ വെച്ചിട്ട്. ഇപ്പം ഈ അടുത്ത് പ്രസംഗിച്ചല്ലോ, അതിന്റെ കൂടെ VS-ന്റെ ഒരു പ്രതികരണം. അതെന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ജന്മസിദ്ധമായി ഹാസ്യാനുഭവത്തിൻ്റെ ഒരാളാണ്. തമാശ പറയാൻ വളരെ ഇഷ്ടമാണ്. അന്ന് ഇവിടെ നമ്മളെ ഒരാളെ കൊന്നല്ലോ, എന്താ TP ചന്ദ്രശേഖർ. ചന്ദ്രശേഖരൻ്റെ വധത്തിൽ പാർട്ടി ആകെ ഒരു വിഷമത്തിലായി. അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ, കുടുങ്ങിയ ഒരു തവണ. ആ സമയത്ത് അത് പരിഗണിക്കാതെ VS അച്യുതാനന്ദൻ മറുവശത്ത് ചന്ദ്രശേഖരൻ്റെ കൂടെ കൂടിയിട്ട് വലിയ ഹലാക്കുണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ഒറിജിനൽ തമാശൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, മക്കളെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതങ്ങനെ നടന്നോട്ടേ, ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ. അത് വലിയ വ്യാഖ്യാനം കൊടുത്തു. അച്യുതാനന്ദൻ്റെ പരിപാടി പണ്ട് തന്നെ മൂപ്പര് തമാശയിൽ അങ്ങനെ പറയാണ്, നാട്ടുകാർ, പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ഗൗരവമായിട്ട് എടുക്കേണ്ട, അതങ്ങനെ നടന്നോട്ടേ അറിഞ്ഞു ഞാൻ. ഇതിങ്ങനെ ആക്കിയിട്ടുള്ളൂ. ഇത് മൊബൈലിലെടുത്തു. അപ്പം മൊബൈലാണല്ലോ ഒക്കെ, എന്ത് പറഞ്ഞാലും ഇതിനകത്ത് കയറ്റി അത് അച്യുതാനന്ദന് കൊണ്ടേ കാണിച്ചപ്പോൾ മൂപ്പർക്ക് ദേഷ്യം വന്നു. അതിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രിയാണ്. അന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, TK ഹംസനെ ഞങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹം ഏറനാടൻ തമാശ പറയുന്ന ഒരാളാണ്, ആ കൂട്ടത്തിലൊരു തമാശയായിട്ട് കൂട്ടിയാൽ മതി, ഗൗരവമായിട്ടുള്ളൊരു പ്രകടനമല്ല, അദ്ദേഹത്തിന് VS-നോട് ബഹുമാനമേ ഉള്ളൂ പറഞ്ഞു. അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അത് ഞാൻ ഇപ്പോഴും പറയും, ഈ മുഖ്യമന്ത്രി ഒരു തമാശ പറയാൻ കിട്ടിയാൽ ഞാൻ പറഞ്ഞുകൂടായില്ല. അതിനിപ്പോൾ ആളെ വിരോധമാണ് കണക്കാക്കരുത്. അത് ഹാസ്യം. അതിനുശേഷം VS-നോട് സംസാരിച്ചോ? എത്ര പ്രാവശ്യം. ആ VS ആണ് എന്നെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രവാസി ക്ഷേമനിധി എന്ന ഒരു കമ്മീഷൻ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ചെയർമാനായിട്ട് അയാളെ നിയമിച്ച് ഈ അച്യുതാനന്ദൻ. അന്നാണല്ലോ പ്രവാസികൾക്ക് ക്ഷേമ പദ്ധതി ഉണ്ടാക്കിയത്. ആ പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു ഫസ്റ്റ്. അത് രൂപീകരിച്ച് അത് അദ്ദേഹം പിടിച്ച് തന്നാണ്. അപ്പം എന്നോട് വിരോധം ഉണ്ടെങ്കിൽ ചെയ്യുമോ? അതൊക്കെ വ്യക്തിപരമായ തമാശ ഭരണിയിലുള്ള കുട്ടിയാണ് പോവും. തൽക്കാലം ചീത്തൊക്കെ പറഞ്ഞു വരും. കുട്ടികൾ തെറ്റ് ചെയ്താൽ പോടാന്നാണ് തലക്കടിക്കണോട് എൻ്റെ കുട്ടിയല്ല എന്നർത്ഥമുണ്ടതിന്. അതുപോലെയാണ് അച്യുതാനന്ദൻ തന്നെ എന്നെ അതാക്കി. ഈ 88ാമത്തെ വയസ്സിൽ ഇപ്പം ഇന്നലെയും പോയി 1 മണിക്കൂർ പ്രസംഗിച്ചു. എന്താണ് ഇന്നലെ 1 മണിക്കൂർ നേരം പ്രസംഗിച്ചു. എന്താ അതിൻ്റെ ഒരു ഊർജ്ജം? എന്താ അതിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്? രൂപം തന്നെ കേരളത്തിൻ്റെ ഈ 8 കൊല്ലത്തെ വികസന രംഗം. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഈ 88ാമത്തെ വയസ്സിലും പാർട്ടി പരിപാടിക്ക് പോകുന്നു, സംസാരിക്കുന്നു, അതിൻ്റെ ഒരു ഊർജ്ജം എന്താണ്, എനർജി? ആ ഊർജ്ജം പ്രസംഗിക്കും പ്രവർത്തിക്കും പോകുന്നിടത്തോളം ആരോഗ്യം കൂടി കൂടി വരിക. 2 സൈഡിൻ്റെ കാലിൻ്റെ ഇവിടെ ഒരു വേദന ഉണ്ട്. ഇന്നത്തെ പോക്കും വരവുകൊണ്ട് ആ വേദന പോയി. നല്ല സുഖം, മനസ്സിനും സുഖം. ഒരു മത്സരത്തിനേക്കുള്ള ചെറുപ്പം ഇവിടെ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നാൽ സൂക്കെടുത്ത് താനേ വരും. അപ്പം എനിക്ക് പോകാൻ പറ്റുന്നൊരു പണി ഇതുള്ളൂ. ഞാൻ പണ്ട് പഠിച്ച പണിക്കൊന്നും ഇപ്പം പറ്റൂല. ഞാൻ പണ്ട് പഠിച്ച പണി പാട്ട് പാടുക, നാടകം കളിക്കുക, പന്ത് കളിക്കുക. ഇപ്പം ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? നാടകം ഇതില്ലോ, അതൊന്നും ഇപ്പം ശരിയാവില്ല. ഇപ്പം ഉള്ളത് ഇത് തന്നെ ഉള്ളൂ. അതിന് യാതൊരു സ്ഥാനമാനങ്ങളും നേതൃത്വം ഒന്നും വേണ്ട. ഞാൻ എവിടെ ചെന്നാലും ഇരിക്കാൻ പറയും. എത്ര വലിയ കമ്മിറ്റിക്കാരെ കണ്ടാലും ഇവർ ഇരിക്കുക.
കസേര ഉണ്ട് അവിടെ. എന്നെ ഒഴിവാക്കൂല. ആ ഉദ്ഘാടനം ഉണ്ടല്ലോ കൺവെൻഷൻ, ആ ഉദ്ഘാടനത്തിന് അവസാനം പുറത്തേക്ക് ചെയ്യാനല്ലേ, വേണ്ടെന്ന് വിചാരിച്ചിരിക്കല്. അവസാനം അവിടെ തന്നെ അഭിപ്രായം വന്നു ആ TK ഹംസ പറയണമെന്ന്. അപ്പോൾ ഇയാൾ വിജയരാഘവൻ തന്നെ വന്നിട്ട് പറഞ്ഞു, ബെനി നിങ്ങൾ 2 വാക്ക് പറയാറുണ്ട്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ്. അപ്പോൾ കയ്യടി കണ്ടില്ല നിങ്ങൾ. അത് ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധമാണ്. അത് എല്ലാവരുമായിട്ട്. ഞാൻ ഇപ്പോൾ ഒരു യോഗത്തിന് പോകുമ്പോൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ആ സ്ത്രീകളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ ഒന്നായിട്ട് കൂടുക സംസാരിച്ചിട്ട്. വയസ്സായ സ്ത്രീകൾ, പുതിയ കുട്ടിയൊക്കെ നമ്മളറിയില്ല. നിലമ്പൂർ ആദ്യം മത്സരിക്കും 50 കൊല്ലമായി. 50 കൊല്ലം മുമ്പാണ് ആദ്യം നിന്നത്. 82-ലെ ചരിത്രം ഇത്തവണ ആവർത്തിക്കുന്നു പറഞ്ഞാൽ നമുക്ക് അവസാനം യാതൊരു സംശയവുമില്ല. കാരണം വഞ്ചനക്കെതിരായി, ഒരു കുറ്റം ചെയ്യാത്ത ഗവൺമെൻറ്റിനെതിരായി 10 കൊല്ലം MLA ആക്കിയ ആൾ ഒരു മനുഷ്യത്വമില്ലാതെ രാജിവെച്ച് മറ്റവൻ്റെ കയ്യിൽ പോയി. അവരെ കയ്യിൽ ഒതുങ്ങാത്തതുകൊണ്ട് പുറത്തു വന്നു. അവർക്ക് കിട്ടിയ അവസരത്തിൽ കുത്താൻ വേണ്ടി നോക്കി. ഈ വഞ്ചനയ്ക്കും ചതിക്കും ഗൂഢാചരണയ്ക്കും എതിരായ പോരാട്ടമാണ് 82-ൽ ഞാൻ നടത്തിയത്. ആ പോരാട്ടത്തിൻ്റെ ആവർത്തനമാണ് ഇന്നും നടക്കുന്നത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് ജയരാജ് ജയിക്കും. ഓക്കെ, അപ്പോൾ ഒരു 10-20 മിനിറ്റ് നമുക്ക് വേണ്ടി തന്നതിന് നന്ദി. നന്ദി, നമസ്കാരം. ഓക്കെ.